ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 16-ാമത്തെ അധ്യായം 29-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം. അതുവരെയുള്ള ശ്ലോകങ്ങൾ നമുക്കത് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ തൃതീയ സ്കന്ധേ അഥ ഷോഡശോऽധ്യായഃ. ബ്രഹ്മോവാച ഇതി തൽഗൃണതാം തേഷാം മുനീനാം യോഗധർമ്മിണാം പ്രതിനന്ദ്യ ജഗാദേദം വികുണ്ഠനിലയോ വിഭുഃ. ശ്രീഭഗവാനുവാച ഏതൗ തൗ പാർഷദൗ മഹ്യം ജയോ വിജയ ഏവ ച കദർത്ഥീകൃത്യ മാം യദ്വോ ബഹ്വക്രാതാമതിക്രമം യസ്ത്വേതയോർധൃതോ ദണ്ഡോ ഭവദ്ഭിർമാമനുവ്രതൈഃ സ ഏവ മാനുമതോസ്മാഭിർമുനയോ ദേവഹേളനാൽ തദ്വപ്രസാദയാമ്യദ്യ ബ്രഹ്മദൈവം പരം ഹി മേ തദ്ധീത്യാത്മകൃതം മന്യേ യൽസ്വപുംഭിരസൽകൃതാഃ യന്നാമാനി ച ഗൃഹ്ണാതി ലോകോ ഭൃത്യേ കൃതാഗസി സോ സാധുപാദസ്ഥൽകീർത്തിം ഹന്തി ത്വചമിവാമയഃ യസ്യാമൃതാമലയശ്രവണാവഗാഃ സദ്യ പുനാതി ജഗദാശ്വപചാദ്വികുണ്ഠഃ സോഹം ഭവദ്ഭ്യ ഉപലബ്ധസുതീർത്ഥകീർത്തിച്ഛിന്യം സ്വബാഹുമപി വഃ പ്രതികൂലവൃത്തിം യൽസേവയാചരണപത്മപവിത്രരേണും സദ്യക്ഷതാഖിലമലം പ്രതിലബ്ധശീലം ന ശ്രീർവിരക്തമപി മാം വിജഹാതി യസ്യാ പ്രേക്ഷാലവാർത്ഥയിതരേ നിയമാൻ വഹന്തി നാഹം തഥാത്മ്യജമാന ഹവിർവിതാനേശ്ചോതൽഘൃത പ്ലുതമദൻ ഉത ഭുങ്മുഖേന യദ്ബ്രാഹ്മണസ്യ മുഖതശ്ചരതോനുഘാസം തുഷ്ടസ്യ മയ്യവഹിതൈർ നിജകർമ്മപാകൈഃ യേഷാം ബിഭർമ്യഹമഖണ്ഡ വികുണ്ഠയോഗമായാ വിഭൂതിരമലാംകൃത രജക്കിരീടൈഃ വിപ്രാംസ്തുകോ ന വിഷഹേതയദർഹണാംഭഃ സദ്യ പുനാതി സഹചന്ദ്രലലാമലോകാൻ യേ മേ തനുർദ്വിജവരാൻ ദുഹതിർമദീയാ ഭൂതാന്യലബ്ധ ശരണാനി ച ഭേദബുദ്ധ്യാ ദ്രക്ഷ്യന്ത്യല അഖക്ഷതദൃശോ ഋഷോഹ്യഹിമന്യവസ്ഥാൻ ഗൃധ്രാരുഷാ മമ കുഷന്ത്യധിദണ്ഡസേതുഃ യേ ബ്രാഹ്മണാൻ മൈധിയാ ക്ഷിപതോർച്ചയന്തസ്തുഷ്യാ ഹൃദ സ്മിതസുധോക്ഷിതപത്മവക്ത്രാः വാണ്യാനുരാഗകലയാത്മജവൽഗൃണന്തഃ സംബോധയൻ യഹമിവാഹമുപാഹൃതസ്ഥൈഃ തന്മേ സ്വഭർത്തൃവസായമലക്ഷമാണൗ യുഷ്മദ്വ്യതിക്രമഗതിം പ്രതിപദ്യ സദ്യ ഭൂയോ മമാന്തികമിതാം തദനുഗ്രഹോ മേ യത്കൽപ്പതാം അചിരതോ ഭൃതയോർവിവാസഃ. ബ്രഹ്മോവാച അഥ തസ്യോഷധീം ദേവീം ഋഷികുല്യാം സരസ്വതീം നാസ്വാദ്യമന്യുദഷ്ടാനാം തേഷാം ആത്മാപ്യതൃപ്യത സതീം വ്യാദായ ശൃണ്വന്തോ ലഗ്ഭീം ഗുർവർത്ഥഗഹ്വരാം വിഗാഹ്യാഗാഥഗംഭീരാം ന വിദുസ്തച്ചികീർഷിതം തേ യോഗമായയാരബ്ധപാരമേഷ്ഠ്യമഹോദയം പ്രോജുപ്രാഞ്ജലയോ വിപ്രാः പ്രഹൃഷ്ടാः ക്ഷുഭിതത്വചഃ ഋഷയ ഊജുഃ ന വയം ഭഗവൻ വിദ്മസ്തവദേവ ചികീർഷിതം കൃതോ മേനുഗ്രഹശ്ചേതി യദധ്യക്ഷപ്രഭാഷസേ ബ്രഹ്മണ്യസ്യ പരം ദൈവം ബ്രാഹ്മണാഃ കില തേ പ്രഭോ വിപ്രാണാം ദേവദേവാനാം ഭഗവാനാത്മദൈവതം ത്വത്തഃ സനാതനോ ധർമ്മോ രക്ഷ്യത്തെ തനുഭിസ്തവ ധർമ്മസ്യ പരമോ ഗുഹ്യോ നിർവികാരോ ഭവാൻമതഃ തരന്തി ഹ്യഞ്ജസാ മൃത്യും നിവൃത്തായതനുഗ്രഹാത് യോഗിനസ്സ ഭഗവാൻ കിം സ്വിത് അനുഗൃഹ്യേത യത്പരൈഃ യം വൈ വിഭുഃ വിഭൂതിരുപയാത്യനുവേലമന്യൈർ അർത്ഥാർത്ഥിഭിः സ്വശിരസാ ധൃതപാദരേണുഃ ധന്യാർപ്പിതാംഘ്രിതുളസീ നവദാമ ധാംനോ ലോകം മധുവ്രതപതേരിവ കാമയാനാ യസ്താം വിവിക്തചരിതൈരനുവർത്തമാനാം നാത്യാദ്രിയത്പരമഭാഗവതപ്രസംഗഃ സത്വം ദ്വിജാനുപഥ പുണ്യരജഃപുനീതഃ ശ്രീവത്സലക്ഷ്മഃ കിമഗാ ഭഗഭാജനസ്ത്വം ധർമ്മസ്യ തേ ഭഗവതസ്ത്രിയുഗത്രിഭിः സ്വൈः പദ്ഭിശ്ചരാചരമിദം ദ്വിജദേവതാർത്ഥം നൂനം ഭൃതം തദ് അഭിഘാതിരജസ്തമശ്ച സത്വേന നോ വരദയാതനുവാ നിരസ്യ നത്വം ദ്വിജോത്തമകുലം യതിഹാത്മഗോപം ഗോപ്താ വൃഷസ്വർഹണേന സസൂഹൃതേന തർഹ്യേവ നങ്ക്ഷ്യതി ശിവസ്തവ ദേവപന്ഥാ ലോകോ ഗൃഹീഷ്യ ഋഷഭസ്യ ഹി തൽപ്രമാണം തത്തേനഭീഷ്ടമിവ സത്വനിധേർവി
വിധിൽസോ ക്ഷേമം ജനായ നിജശക്തിഭിരുദ്ധൃതാരേ നൈതാവതാത്ര്യധിപതേർബത വിശ്വഭർത്തൃസ്തേ രക്ഷതം ത്വവനതസ്യ സ തേ വിനോദഃ യം വാനയോർദമമധീശ ഭവാൻ വിധത്തെ വൃത്തിം നുവാ തദനുമന്മഹി നിർവ്യളീകം അസ്മാസു വായ ഉചിതോ ധ്രിയതാം സദണ്ഡോ യേനാഗസൗ വയമയുങ്ഷ്മഹി കിൽബിഷേണ. ശ്രീഭഗവാനുവാച ഏതൗ സുരേതരഗതിം പ്രതിപദ്യ സദ്യ സംരംഭ സംഭൃത സമാധ്യനുബദ്ധയോഗൗ ഭൂയഃ സകാശം പ്രയാസ്യത ആശു യോ വഃ ശാപോമയൈവ നിമിതസ്തദവൈത വിപ്രാഹ. ബ്രഹ്മോവാച അഥ തേ മുനയോ ദൃഷ്ട്വാ നയനാനന്ദഭാജനം വൈകുണ്ഠം തദധിഷ്ഠാനം വികുണ്ഠം ച സ്വയം പ്രഭം. ഭഗവന്തം പരിക്രമ്യ പ്രണിപത്യാനുമാന്യ ച പ്രതിജഗ്മുഃ പ്രമുദിതാ ശംസന്തോ വൈഷ്ണവീം ശ്രിയം. ഭഗവാൻ അനുഗാവാഹ യാതം മാ ഭൈഷ്ടമസ്തു ശം ബ്രഹ്മതേജസ്സമർത്ഥോപി ഹന്തും നേച്ഛേ മതം തുമേ. ഭഗവാൻ അനുഗാവാഹ യാതം മാ ഭൈഷ്ടമസ്തു ശം ബ്രഹ്മതേജസ്സമർത്ഥോപി ഹന്തും നേച്ഛേ മതം തുമേ. ഭഗവാൻ അനുഗാവാഹ. അപ്പം ഭഗവാൻ ആ ഭൃത്യന്മാരോട് പറയണം, യാതം മാം ഭൈഷ്ടമസ്തുശം, നിങ്ങൾ പോകുവിൻ. മുനിമാരോട് പറയണം, പേടിക്കണ്ട. മാ ഭൈഷ്ടം അസ്തുശം, പേടിക്കണ്ട, നന്മ വരട്ടെ, നിങ്ങൾക്ക് നന്മ വരട്ടെ. ബ്രഹ്മതേജ, ബ്രാഹ്മണശാപത്തെ ഇല്ലാതാക്കാൻ പ്രാപ്തനാണെങ്കിലും ഞാൻ അത് ഇച്ഛിക്കുന്നില്ല. ബ്രഹ്മതേജ സമർത്ഥോപി ഹന്തും നേച്ഛേ, ഞാനതിന് ഇച്ഛിക്കുന്നില്ല. മേതു, എനിക്ക് തന്നെയും അത് സമ്മതമാകുന്നു. നേച്ഛേ മതം തു മേ, എനിക്ക് തന്നെയും ആ ബ്രാഹ്മണശാപം വളരെ ഉചിതമായിട്ട് തോന്നുന്നു, സമ്മതമാകുന്നു എന്ന് ആ വിഷ്ണു ഭഗവാൻ ആ ഭൃത്യന്മാരോട് പറഞ്ഞു. ഭഗവാൻ അനുഗാവാഹയാതം മാ ഭൈഷ്ടമസ്തുശം ബ്രഹ്മതേജസ്സമർത്ഥോപി ഹന്തും നേച്ഛേ മതം തുമേ. അടുത്ത പദങ്ങളെ യാതം, നിങ്ങൾ പോകുവിൻ. മാ ഭൈഷ്ടം, പേടിക്കണ്ട. ശം അസ്തു, നന്മ വരട്ടെ. ബ്രഹ്മതേജ, ആ ബ്രാഹ്മണശാപത്തെ ഹന്തും, ഇല്ലാതാക്കാൻ സമർത്ഥ അപി, പ്രാപ്തനാണെങ്കിലും ന ഇച്ഛേ, ഇച്ഛിക്കുന്നില്ല. മേതു, എനിക്ക് തന്നെയും മതം, അത് സമ്മതമാകുന്നു എന്ന് ഭഗവാൻ ശ്രീ വിഷ്ണു ഭഗവാൻ അനുഗൗ, ഭൃത്യന്മാരോട് ആഹ പറഞ്ഞു. ഒന്നുകൂടി പറയാം, യാതം, നിങ്ങൾ പോകുവിൻ. മാ ഭൈഷ്ടം, പേടിക്കേണ്ട. ശം അസ്തു, നന്മ വരട്ടെ. ബ്രഹ്മതേജ, ആ ബ്രാഹ്മണശാപത്തെ ഹന്തും, ഇല്ലാതാക്കാൻ സമർത്ഥ അപി, പ്രാപ്തനാണെങ്കിലും ന ഇച്ഛേ, ഇച്ഛിക്കുന്നില്ല. മേത്തു, എനിക്ക് തന്നെയും മതം, അത് സമ്മതമാകുന്നു എന്ന് ഭഗവാൻ ശ്രീ വിഷ്ണു ഭഗവാൻ അനുഗൗ, ഭൃത്യന്മാരോട് ആഹ പറഞ്ഞു. അപ്പം അതിലത്തെ അന്വയം, യാതം മാ ഭൈഷ്ടം ശം അസ്തു ബ്രഹ്മതേജ ഹന്തും സമർത്ഥ അപി ന ഇച്ഛേ മേതു മതം ഭഗവാൻ അനുഗൗ ആഹ. എന്നുകൂടി പറയാം, യാതം മാ ഭൈഷ്ടം ശം അസ്തു ബ്രഹ്മതേജ ഹന്തും സമർത്ഥ അപി ന ഇച്ഛേ മേതു മതം ഭഗവാൻ അനുഗൗ ആഹ. നിങ്ങൾ പോകുവിൻ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് നന്മ വരട്ടെ. ആ ബ്രാഹ്മണ ശാപത്തെ ഇല്ലാതാക്കാൻ ഞാൻ പ്രാപ്തനാണെങ്കിലും ഞാനത് ഇച്ഛിക്കുന്നില്ല. കാരണം എനിക്ക് തന്നെയും അത് സമ്മതം ആകുന്നു. അതുകൊണ്ട് ആ ശ്രീ വിഷ്ണു ഭഗവാൻ അഭൃത്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പോകുവിൻ, പേടിക്കണ്ട, നന്മ വരട്ടെ. ബ്രാഹ്മണ ശാപത്തെ ഇല്ലാതാക്കാൻ പ്രാപ്തനാണെങ്കിലും ഞാൻ അത് ഇച്ഛിക്കുന്നില്ല, എനിക്ക് അത് സമ്മതമാകുന്നു എന്ന് ആ വിഷ്ണു ഭഗവാൻ ആ ഭൃത്യന്മാരോട് പറഞ്ഞു.
അപ്പോൾ പറഞ്ഞു, അനന്തര സനകാദികളെ ഭഗവാനെ കൺകുളിർക്കെ നോക്കിക്കണ്ടു, വൈകുണ്ഠം നടന്നു കണ്ടു, ഭഗവാനെ നമസ്കരിച്ച് അനുജ്ഞ വാങ്ങി ഇവിടെ നിന്നും യാത്രയായി. സനകാദികൾ യാത്രയായ ശേഷം ഭഗവാൻ തൻ്റെ പാർഷദന്മാരോട് പറയുകയാണ് ഇവർ. അപ്പോൾ ജയവിജയന്മാരോടാണ് പറയണത്, മുനിമാരോടല്ല. ഭഗവാൻ അനുഗാവാഹ, ജയവിജയന്മാരോടാണ് പറയണത്, നിങ്ങൾ പേടിക്കണ്ട, ശം അസ്തു, നിങ്ങൾക്ക് നന്മ വരട്ടെ. ആ ബ്രാഹ്മണ ശാപം ഇല്ലാതാക്കാൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിലും ഞാനത് ഇച്ഛിക്കുന്നില്ല, എനിക്ക് തന്നെയും അത് സമ്മതമാകുന്നു എന്ന് ആ ഭൃത്യന്മാരോടാണ് പറയണത്. അപ്പം സനകാദികൾ പോയപ്പോൾ തൻ്റെ അനുജന്മാരോട്, ആ പാർഷദന്മാരോട് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പോയാലും ഭയപ്പെടണ്ട, നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. ബ്രാഹ്മണരുടെ ശാപത്തെ വിഫലമാക്കി തീർക്കുവാൻ നാം ശക്തനാണെങ്കിലും ഇത് നമ്മുടെയും ഇംഗിതമാകിയാൽ അപ്രകാരം ചെയ്യുന്നില്ല. ഇവിടെ ഒരു സംശയം ഉണ്ടാവാം. ജയവിജയന്മാരെ ശപിച്ച സംഭവം നടക്കുന്നത് ഈ കൽപ്പത്തിൻ്റെ ആദിയിലാണ്. അതിനുശേഷം 6 മന്വന്തരങ്ങൾ കഴിഞ്ഞ് 7ാമത്തേതായിട്ടുള്ള ആ വൈവസ്വത മന്വന്തരത്തിലെ 28ാം ചതുർയുഗത്തിലെ ദ്വാപരത്തിൻ്റെ അന്ത്യത്തിലാണ് ശ്രീകൃഷ്ണാവതാരം. അപ്പോൾ ജയവിജയന്മാരുടെ 3ാമത്തെ ജന്മമായിരിക്കുന്ന ശിശുപാലദന്തഭക്തന്മാരുടെ വധം നടക്കുന്നത് ശ്രീകൃഷ്ണാവതാര കാലത്താണ്. അതിനുശേഷമേ അവർ വൈകുണ്ഠത്തിൽ തിരിച്ചെത്തുന്നുള്ളൂ. അപ്പോൾ 12ാം ശ്ലോകത്തിലെയും 26ാം ശ്ലോകത്തിലെയും അചിരതഃ സദ്യ ഇങ്ങനെയുള്ള ത്രിപാദ് വിഭൂതി മഹാനാരായണോപനിഷത്തിൽ പറയുന്നത് ആ ബ്രഹ്മാവിൻ്റെ ആയുസ് 100 ബ്രാഹ്മസംവത്സരമെന്നും ദ്വിപരാർത്ഥം 36,000 കൽപ്പം, അതിനുശേഷം അത്ര തന്നെ കാലം പ്രളയമെന്നും, ഇത്രയും കാലം ആദിനാരായണൻ്റെ അംശമായ മഹാവിഷ്ണുവിന് അഹോരാത്രം മാത്രം എന്നുമാണ്. വത്സരശതം ബ്രഹ്മമാനേന ബ്രഹ്മണഃ പരമായു പ്രമാണം താവത് കാലസ്തസ്യ സ്ഥിതിരുച്യത്തെ പുനർവത്സരശതം തസ്യ പ്രളയോ ഭവതി. തസ്യ ബ്രഹ്മണഃ സ്ഥിതി പ്രളയാവാദി നാരായണസ്യാംശേന അവതീർണ സ്യാൻ അണ്ഡപരിപാലകസ്യ മഹാവിഷ്ണോ അഹോരാത്ര സജ്ഞകൗ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ ജയവിജയന്മാരുടെ ശാപം മുതൽ ശിശുപാലദന്തപുത്രന്മാരുടെ വധം വരെയുള്ള കാലം മഹാവിഷ്ണുവിന് ഒരു നിമിഷത്തിൻ്റെ എത്രയോ ലഘുവായിട്ടുള്ള ഒരംശം മാത്രമായിരിക്കും. മഹാവിഷ്ണുവെ ത്രിമൂർത്തികളിൽ ഒരാളായി കരുതിയാലത്തെ അവസ്ഥയാണിത്. ആദിനാരായണ പക്ഷത്തിൽ കാലഗണന അതീതമാണ്, കാലഗണനയ്ക്ക് അതീതമാണ് ആ ഭഗവാൻ എന്നർത്ഥം. അപ്പോൾ 29ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാൻ ആ പാർഷദന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോയാലും നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. ആ ബ്രഹ്മതേജസ് നശിപ്പിക്കാൻ ഞാൻ സമർത്ഥനാണെങ്കിലും അപ്രകാരം ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം അനന്തരം ആ ഭഗവാൻ സുഭൃത്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് ഇപ്പോൾ പോകുവിൻ, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് ക്ഷേമം ഭവിക്കട്ടെ. സനകാദികൾ ചെയ്ത ശാപത്തെ ഇല്ലാതാക്കുവാൻ ഞാൻ സമർത്ഥൻ തന്നെയെങ്കിലും എൻ്റെ ഇച്ഛാനുസരണമായിട്ടാണ് അവർ പ്രവർത്തിച്ചതിനാൽ ഇപ്പോൾ അതിനെ ഞാൻ നശിപ്പിക്കുന്നില്ല. എന്നിട്ട് വ്യാഖ്യാനം നമുക്ക് നോക്കാം. ഹേ ജയവിജയവും ഭഗവാൻ സ്വപാർഷദവും ജഗാത, സ്വന്തം പാർഷദന്മാരോട് പറഞ്ഞു ഭഗവാൻ, ഹേ ജയവിജയവും, അല്ലയോ ജയവിജയന്മാരെ, മാ ഭൈഷ്ട, നിങ്ങൾ പേടിക്കണ്ട, യുവാം ശം അസ്തു, നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. മയി വൈരയോഗേന, എൻ്റെ ആ വൈരയോഗം കൊണ്ട് ബ്രഹ്മശാപം നിസ്തീര്യ, ആ ബ്രാഹ്മണശാപം ഇല്ലാതെയാക്കി, മേ സമീപം, എൻ്റെ സമീപത്തേക്ക് സ്വൽപ്പകാലേന പ്രത്യേഷ്യത, കുറച്ചു കാലം കൊണ്ട് നിങ്ങൾക്ക് വരാൻ സാധിക്കും. അപ്പോൾ ഒന്നുകൂടി പറയാം. ഹേ ജയവിജയവും മാ ഭൈഷ്ടം യുവാം ശമസ്തു, മയിം വൈരയോഗേന ബ്രഹ്മശാപം നിസ്തീര്യ മേ സമീപം
സ്വൽപകാലേന പ്രത്യേഷ്യതഃ. അടുത്ത ശ്ലോകം അതിലാണ് അത് പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ഏതത് പുരൈവ നിർദ്ദിഷ്ടം രമയാ ക്രുദ്ധയാ യഥാ പുരാപവാരിതാദ്വാരി വിശന്തി മയ്യുപാരത്തെ. ഏതത് പുരൈവ നിർദ്ദിഷ്ടം രമയാ ക്രുദ്ധയാ യഥാ പുരാപവാരിതാദ്വാരി വിശന്തി മയ്യുപാരത. പുരായത എന്ന് പറഞ്ഞാൽ മുമ്പൊരിക്കൽ. മൈ ഉപാരത്തെ, ഞാൻ യോഗനിദ്രയിൽ ആയിരുന്നപ്പോൾ, ഭഗവാൻ യോഗനിദ്രയിൽ ആയിരുന്നപ്പോൾ വിശന്തി പ്രവേശിച്ച അവൾ, അപവാരിത തടയപ്പെട്ടിരുന്നുവല്ലോ, ക്രുദ്ധയ അതിൽ കോപിച്ച, ലക്ഷ്മിയാൽ പുരാ ഏവ മുമ്പ് തന്നെ ഇത് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് തന്നെ ആ ദ്വാരപാലന്മാർ ലക്ഷ്മി ദേവിയെ അതിൻ്റെ അകത്തേക്ക് കടക്കാൻ വരുന്ന സമയത്ത് തടുത്തു നിർത്തേണ്ടായി. അപ്പോൾ അവളാൽ ഈ ശിക്ഷ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. ഏതൽ പുരൈവ നിർദ്ദിഷ്ടം, മുമ്പേ നിർദ്ദേശിക്കപ്പെട്ടതാണ്. രമയ ആ ലക്ഷ്മിയ, ക്രുദ്ധയ അവരുടെ ആ ക്രോധം കൊണ്ട്, യഥാ എന്താ ഇതേപോലെ ഒരു പ്രാവശ്യം, പുരാ അപവാരിത മുമ്പൊരിക്കൽ, മൈ ഉപാരത്തെ എൻ്റെ ആ യോഗനിദ്രയിൽ, ഞാൻ യോഗനിദ്രയിലായിരിക്കുമ്പോൾ അവർ ദ്വാരി ആ ഗോപുരദ്വാരത്തിൽ പ്രവേശിച്ചു ആ ലക്ഷ്മി ദേവി. ആ സമയത്ത് നിങ്ങൾ അവളെ തടഞ്ഞു. അപവാരിത തടയപ്പെട്ടിരുന്നുവല്ലോ. അതിലത്തെ ആ പദങ്ങൾ നോക്കാം. ഏതത് പുരായത മുമ്പൊരിക്കൽ, മൈ ഉപാരത്തെ ഞാൻ യോഗനിദ്രയിൽ ആയിരുന്നപ്പോൾ, ദ്വാരി ഗോപുരദ്വാരത്തിൽ, വിശന്തി പ്രവേശിച്ച അവൾ, അപവാരിത തടയപ്പെട്ടിരുന്നുവല്ലോ, ക്രുദ്ധയ അതിൽ കോപിച്ച, രമയ ലക്ഷ്മിയാൽ, പുരാ ഏവ മുമ്പ് തന്നെ, ഏതത് ഇത് നിർദ്ദിഷ്ടം നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നും കൂടി പറയാം. പുരായത മുമ്പൊരിക്കൽ, മൈ ഉപാരത്തെ ഞാൻ യോഗനിദ്രയിൽ ആയിരുന്നപ്പോൾ, ദ്വാരി ആ ഗോപുരദ്വാരത്തിൽ, വിശന്തി പ്രവേശിച്ച അവൾ, അപവാരിത തടയപ്പെട്ടിരുന്നുവല്ലോ, ക്രുദ്ധയ അതിൽ കോപിച്ച, രമയ ലക്ഷ്മിയാൽ, പുരാ ഏവ മുമ്പ് തന്നെ, ഏതത് ഇത് നിർദ്ദിഷ്ടം നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതിലത്തെ അന്വയം. പുരായത മൈ ഉപാരത്തെ ദ്വാരി വിശന്തി അപവാരിത ക്രുദ്ധയ രമയ പുരാ ഏവ ഏതൽ നിർദ്ദിഷ്ടം. എന്നുകൂടി പറയാം. പുരായത മൈ ഉപാരത്തെ ദ്വാരി വിശന്തി അപവാരിത ക്രുദ്ധയ രമയ പുരാ ഏവ ഏതത് നിർദ്ദിഷ്ടം. മുമ്പൊരിക്കൽ ഞാൻ യോഗനിദ്രയിലായിരുന്നപ്പോൾ ഗോപുരദ്വാരത്തിൽ പ്രവേശിച്ച അവൾ തടയപ്പെട്ടിരുന്നുവല്ലോ, അതിൽ കോപിച്ച ആ ലക്ഷ്മിയാൽ മുമ്പ് തന്നെ ഇത് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. എന്നുകൂടി പറയാം. മുമ്പൊരിക്കൽ ഞാൻ യോഗനിദ്രയിലായിരുന്നപ്പോൾ ആ ഗോപുരദ്വാരത്തിൽ പ്രവേശിച്ച അവൾ തടയപ്പെട്ടിരുന്നുവല്ലോ, അതിൽ കോപിച്ച ആ ലക്ഷ്മിയാൽ മുമ്പ് തന്നെ ഇത് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നാം ഒരിക്കൽ യോഗനിദ്രയിൽ ശയിക്കുന്ന അവസരത്തിൽ നിങ്ങൾ ആ മഹാലക്ഷ്മിയെ ഗോപുരദ്വാരത്തിൽ തടഞ്ഞു നിർത്തുകയുണ്ടായല്ലോ. ക്രുദ്ധയായ അവളാൽ ഈ ശിക്ഷ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ യോഗനിദ്ര ചെയ്തുകൊണ്ടിരിക്കെ വാതിൽക്കലെത്തിയ ദേവി മുൻപ് നിങ്ങളാൽ തടയപ്പെട്ടല്ലോ. അപ്പോൾ ക്രുദ്ധയായ ആ ദേവിയാൽ ഈ ശിക്ഷ മുമ്പ് തന്നെ നിങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. എന്നിൽ ക്രോധരൂപമായ ഭാവത്തെ നിങ്ങൾ അംഗീകരിച്ചിട്ട് നിരന്തര സ്മരണരൂപമായിരിക്കുന്ന സമാധി യോഗത്താൽ ക്രോധരൂപമായിരിക്കുന്ന ഭാവത്തെ നിങ്ങൾ അംഗീകരിച്ച് നിരന്തര സ്മരണ രൂപമായിരിക്കുന്ന സമാധി യോഗത്താൽ ബ്രാഹ്മണരെ
തിരസ്കരിച്ചത് കൊണ്ടുണ്ടായിട്ടുള്ള പാപത്തെ അനുഭവിച്ച ശേഷം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വീണ്ടും എൻ്റെ അരികത്ത് നിങ്ങൾ രണ്ടുപേരും വന്നു ചേർന്ന് കൊള്ളുവിൻ. അപ്പോൾ അത് പറയുന്നത് ഇവിടെ നോക്കാം. നമുക്ക് വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞാൽ നോക്കാം. എന്തെങ്കിലും പറഞ്ഞിട്ടില്ല. ഈ ശ്ലോകത്തിൽ അടങ്ങിയിരിക്കുന്ന കഥാംശം ബ്രഹ്മവൈവർത്ത പുരാണം ശ്രീകൃഷ്ണഖണ്ഡ 56-ാം അധ്യായത്തിലുണ്ട്. ഒരിക്കൽ മഹാലക്ഷ്മി സ്വവൈഭവത്തിൽ ഗർവിഷ്ഠയായി ഒരു ഭക്തനെ അനുഗ്രഹിക്കാൻ പോയി. മടങ്ങി വരുമ്പോൾ വൈകുണ്ഠത്തിലെ ഗോപുരദ്വാരത്തിൽ വെച്ച് ജയവിജയന്മാരാൽ തടയപ്പെട്ടു. ദർപ്പയുക്ത മഹാലക്ഷ്മീർ ബഭൂവ സാ മഹാമുനെ പരാഭൂത പുരാദേവി ജയേന വിജയേന ച പ്രവിശന്തി വിഭോർദ്വാരം ദത്വാ ഭക്തായ വാഞ്ചിതം നിവാരിത സാ ദ്വാരാച്ച തേന ദ്വൗ വാരികേണ വൈ. പ്രകാരം അപമാനിതയായ ആ മഹാലക്ഷ്മി ആത്മഹത്യ ചെയ്യുവാൻ പോലും ഒരുങ്ങി. ഈ സന്ദർഭത്തിൽ ബ്രഹ്മാദിദേവന്മാർ ആ സാന്ത്വന വാക്കുകളാൽ ദേവിയെ സ്തുതിച്ച് സമാശ്വസിപ്പിച്ചു. ബ്രഹ്മാവ് ഇപ്രകാരം അരുളി ചെയ്യുകയും ചെയ്തു. ബ്രഹ്മോവാച ഭവിഷ്യതി ന ഭദ്രം ച ജയസ്യ വിജയസ്യ ച ത്വയാ ന ശപ്തൗ തൗ മൂഢൗ പ്രിയാപരാധഭീതയാ. ജയനും വിജയനും മംഗളം ഭവിക്കില്ല. ഭവതി അവരെ ശപിക്കാതിരുന്നത് ഭർത്താവായ ഭഗവാന് അത് അപരാധമായി തീരുമോ എന്ന ഭയത്താലാണ്. ഈ ബ്രഹ്മവാക്യത്തിൽ നിന്ന് സിദ്ധിക്കുന്നത് ലക്ഷ്മീദേവി ജയവിജയന്മാരെ ശപിക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെന്ന് തന്നെ. അതാണ് രമയാ നിർദ്ദിഷ്ടം എന്ന ആ ഭാഗവത ശ്ലോകത്തിൽ പറയാൻ കാരണം. ഈ ഭാഗവത ശ്ലോകം മറ്റുള്ള ഭാഗവതങ്ങളിൽ ചില ഭാഗവതങ്ങളിലൊന്നും സ്വീകരിച്ചിട്ടില്ല. അനേകം വ്യത്യസ്ത പ്രസിദ്ധീകരണങ്ങൾ പരിശോധിച്ചതിൽ അതിലെല്ലാം ഉണ്ട് താനും. അപ്പം ശ്രീധരാചാര്യരും ഇത് സ്വീകരിച്ചിട്ടുണ്ട്. അതിനാൽ അത് പ്രക്ഷിപ്തം ആകുമെന്ന ശങ്ക അടിസ്ഥാനരഹിതമാണ്. പലതിലും ഇത് കാണില്ല. പക്ഷേ ഇത് ആക്ച്വലി ഇതിനകത്ത് ഉള്ള ശ്ലോകം തന്നെ. ഏതത് പുരൈവ നിർദ്ദിഷ്ടം രമയാ ക്രുദ്ധയാ യഥാ പുരാപവാരിതാദ്വാരി വിശന്തി മയ്യുപാരതേ. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. മയി സംരംഭയോഗേന നിസ്തീര്യ ബ്രഹ്മഹേളനം പ്രത്യേഷ്യതം നികാശം മേ കാലേനാൽപീയസാ പുനഃ. മയി സംരംഭയോഗേന നിസ്തീര്യ ബ്രഹ്മഹേളനം പ്രത്യേഷ്യതം നികാശം മേ കാലേനാൽപീയസാ പുനഃ. എന്നിൽ ആ ക്രോധരൂപത്തിലുള്ള ആ യോഗചര്യയോടെ ആ ബ്രാഹ്മണരെ അവമാനിച്ചതിൻ്റെ ഫലം അനുഭവിച്ചിട്ട് ആ ചുരുങ്ങിയ കാലം കൊണ്ട് വീണ്ടും എൻ്റെ അടുക്കൽ നിങ്ങൾ വന്നെത്തും എന്നാണ് പറയുന്നത്. മൈ സംരംഭയോഗന, എന്നിലുള്ള ആ വൈരയോഗം കൊണ്ട് നിസ്തീര്യ ആ ബ്രാഹ്മഹേളനം, ആ ബ്രാഹ്മണരെ അവഹേളിച്ചതിൻ്റെ ആ ഫലം അത് അനുഭവിച്ചിട്ട് നിസ്തീര്യ പ്രത്യേഷ്യതം വന്നെത്തും നികാശം അടുക്കൽ മേ എൻ്റെ അടുക്കൽ വന്നെത്തും അല്പകാലം കൊണ്ട്. കാലേനാൽപീയസ പുനഃ വീണ്ടും എൻ്റെ അടുത്ത് വന്നെത്തും. അടുത്ത പദങ്ങളെ മയി എന്നിൽ, സംരംഭയോഗേന ക്രോധരൂപേണയുള്ള യോഗചര്യയോടെ, ബ്രഹ്മഹേളനം ബ്രാഹ്മണരെ അവമാനിച്ചതിൻ്റെ ഫലം, നിസ്തീര്യ അനുഭവിച്ചിട്ട്, അൽപീയസ ചുരുങ്ങിയ, കാലേന കാലം കൊണ്ട്, പുനഃ മേ വീണ്ടും എൻ്റെ, നികാശം അടുക്കൽ, പ്രത്യേഷ്യതം വന്നെത്തും. എന്നുകൂടി പറയാം. മയി എന്നിൽ സംരംഭയോഗേന ക്രോധരൂപത്തിലുള്ള യോഗചര്യയോടെ, ബ്രഹ്മഹേളനം ബ്രാഹ്മണരെ അവമാനിച്ചതിൻ്റെ ഫലം, നിസ്തീര്യ അനുഭവിച്ചിട്ട്, അൽപീയസ ചുരുങ്ങിയ, കാലേന കാലം കൊണ്ട്, പുനഃ മേ വീണ്ടും എൻ്റെ, നികാശം അടുക്കൽ, പ്രത്യേഷ്യതം വന്നെത്തും. അതിലത്തെ അന്വയം മയി സംരംഭയോഗേന ബ്രഹ്മഹേളനം നിസ്തീര്യ
അൽപീയസാ കാലേന പുനഃ മേ നികാശം പ്രത്യേഷ്യതം മയി സംരംഭയോഗേന ബ്രഹ്മഹേളനം നിസ്തീര്യ അൽപീയസാ കാലേന പുനഃ മേ നികാശം പ്രത്യേഷ്യതം. എന്നിൽ ആ ക്രോധരൂപത്തിലുള്ള യോഗചര്യയോടെ ആ ബ്രാഹ്മണരെ അവമാനിച്ചതിൻ്റെ ഫലം അനുഭവിച്ചു കഴിഞ്ഞതിന് ശേഷം ചുരുങ്ങിയ കാലം കൊണ്ട് വീണ്ടും എൻ്റെ അടുക്കൽ വന്നെത്തും. എന്നിൽ ആ ക്രോധരൂപത്തിലുള്ള യോഗചര്യയോടെ ആ ബ്രാഹ്മണരെ അവമാനിച്ചതിൻ്റെ ഫലം അനുഭവിച്ചതിന് ശേഷം ചുരുങ്ങിയ കാലം കൊണ്ട് വീണ്ടും എൻ്റെ അടുക്കൽ നിങ്ങൾ വന്നെത്തും എന്നാണ് പറയണത്. അപ്പോൾ എന്നിലുള്ള നിരന്തര ക്രോധമാകുന്ന യോഗം കൊണ്ട് ആ ബ്രാഹ്മണാപരാധം ചെയ്ത ദോഷം വേഗത്തിൽ അനുഭവിച്ച് പിന്നെയും എൻ്റെ അടുത്ത് നിങ്ങൾ വരിക. എന്നിൽ ക്രോധരൂപമായ ഭാവത്തെ നിങ്ങൾ അംഗീകരിച്ചിട്ട് നിരന്തര സ്മരണാരൂപമായിരിക്കുന്ന സമാധിയോഗത്താൽ ആ ബ്രാഹ്മണരെ തിരസ്കരിച്ചതുകൊണ്ടുണ്ടായ പാപത്തെ അനുഭവിച്ചതിന് ശേഷം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വീണ്ടും എൻ്റെ അരികത്ത് നിങ്ങൾ രണ്ടുപേരും വന്നുകൊള്ളുവിൻ. അതിലത്തെ ഇതാണ് പറഞ്ഞത്. എന്താ മൈ വൈരയോഗേന എന്നിലുള്ള വൈരയോഗം കൊണ്ട് ബ്രഹ്മശാപം നിസ്തീര്യ ആ ബ്രാഹ്മണശാപത്തിൻ്റെ ഫലം അനുഭവിച്ചതിന് ശേഷം മേ എൻ്റെ സമീപം സ്വൽപ്പകാലേന പ്രത്യേഷ്യത സ്വൽപ്പകാലം കൊണ്ട് വന്നുകൊള്ളുവിൻ. മൈ വൈരയോഗേന ബ്രഹ്മശാപം നിസ്തീര്യ മേ സമീപം സ്വൽപ്പകാലേന പ്രത്യേഷ്യത. അടുത്ത ശ്ലോകം നോക്കാം. ദ്വാസ്ഥാവാദിശ്യ ഭഗവാൻ വിമാനശ്രേണിഭൂഷണം സർവാതിശയാ ലക്ഷ്മ്യാ ജുഷ്ടം സ്വം ധിഷ്ണ്യം ആവിശൽ. ദ്വാസ്ഥാവാദിശ്യ ഭഗവാൻ വിമാനശ്രേണിഭൂഷണം സർവാതിശയായ ലക്ഷ്മ്യാ ജുഷ്ടം സ്വം ധിഷ്ണ്യമാവിശൽ. ആ രണ്ടുപേരോടും സ്ഥാവാദിശ ഇപ്രകാരം അവരോട് ആ ഭഗവാൻ നിർദ്ദേശിച്ചിട്ട് വിമാന നിരകളാൽ അലങ്കരിക്കപ്പെട്ട വിമാനശ്രേണി ഭൂഷണം സർവാതിശയ എല്ലാവരെയും അതിശയിപ്പിക്കുന്ന ആ ഐശ്വര്യമുള്ളതുമായിരിക്കുന്ന ആ സ്വസ്ഥാനത്തേക്ക് സർവാതിശയ ലക്ഷ്മി ഐശ്വര്യമുള്ള ആ സ്വസ്ഥാനത്തേക്ക് ആവിശത് പ്രവേശിച്ചു. വലുത്ത പദങ്ങൾ ഭഗവാൻ മഹാവിഷ്ണു ദ്വാസ്ഥൗ ആ ദ്വാരപാലകന്മാരോട് ആദിശ്യ ഇപ്രകാരം നിർദ്ദേശിച്ച് വിമാനശ്രേണിഭൂഷണം വിമാനനിരകളാൽ അലങ്കരിക്കപ്പെട്ടതും സർവാതിശയ ഏതിനെയും അതിശയിപ്പിക്കുന്ന ലക്ഷ്മ്യാ ജുഷ്ടം ഐശ്വര്യമുള്ളതും ആയിരിക്കുന്ന സ്വം ധിഷ്ണ്യം സ്വസ്ഥാനത്തേക്ക് ആവിശത് പ്രവേശിച്ചു. എന്നൂടി പറയാം. ഭഗവാൻ മഹാവിഷ്ണു ദ്വാസ്ഥൗ ആ ദ്വാരപാലന്മാരോട് ആദിശ്യ ഇപ്രകാരം നിർദ്ദേശിച്ചിട്ട് വിമാനശ്രേണിഭൂഷണം വിമാനനിരകളാൽ അലങ്കരിക്കപ്പെട്ടതും സർവാതിശയ ഏതിനെയും അതിശയിക്കുന്നതുമായിരിക്കുന്ന ലക്ഷ്മ്യാ ജുഷ്ടം ഐശ്വര്യമുള്ളതുമായിരിക്കുന്ന സ്വം ധിഷ്ണ്യം സ്വസ്ഥാനത്തേക്ക് ആവിശത് പ്രവേശിച്ചു. അതിലത്തെ അന്വയം ഭഗവാൻ ദ്വാസ്ഥൗ ആദിശ്യ വിമാനശ്രേണിഭൂഷണം സർവാതിശയയാ ലക്ഷ്മ്യാ ജുഷ്ടം സ്വം ധിഷ്ണ്യം ആവിശത്. എന്നൂടി പറയാം. ഭഗവാൻ ദ്വാസ്ഥൗ ആദിശ്യ വിമാനശ്രേണിഭൂഷണം സർവാതിശയയാ ലക്ഷ്മ്യാ ജുഷ്ടം സ്വം ധിഷ്ണ്യം ആവിശത്. ഭഗവാൻ മഹാവിഷ്ണു ആ ദ്വാരപാലന്മാരോട് ഇപ്രകാരം നിർദ്ദേശിച്ച് വിമാനനിരകളാൽ അലങ്കരിക്കപ്പെട്ടതും ഏതിനെയും അതിശയിക്കുന്നതുമായിരിക്കുന്ന ഐശ്വര്യമുള്ളതുമായിരിക്കുന്ന സ്വന്തം സ്ഥാനത്തേക്ക് പ്രവേശിച്ചു. ഭഗവാൻ മഹാവിഷ്ണു ദ്വാരപാലന്മാരോട് ഇങ്ങനെ നിർദ്ദേശിച്ചിട്ട് ആ വിമാനനിരകളാൽ അലങ്കരിക്കപ്പെട്ടതും ഏതിനെയും അതിശയിക്കുന്നതും ആയിരിക്കുന്ന ഐശ്വര്യമുള്ളതുമായിരിക്കുന്ന സ്വന്തം സ്ഥാനത്തേക്ക് പ്രവേശിച്ചു.
ഭഗവാൻ തൻ്റെ ഭൃത്യന്മാരോട് ഇങ്ങനെ പറഞ്ഞ് അനേക വിമാനങ്ങളാൽ അലങ്കൃതവും നിരതിശയ സമ്പത്തോടു കൂടിയവുമായിരിക്കുന്ന തൻ്റെ സ്വസ്ഥാനത്തേക്ക് പ്രവേശിച്ചു. ഭഗവാൻ ദ്വാരപാലന്മാരോട് ഈ വിധം കൽപ്പിച്ച ശേഷം അനേകം വിമാനങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നതും സർവോത്കൃഷ്ടമായ കാന്തി വിശേഷത്തോടു കൂടിയ വാസസ്ഥാനത്തേക്ക് പ്രാപിച്ചു. അതിലത്തെ വ്യാഖ്യാനം ഇതിത്താവാദിശ്യ ഇപ്രകാരം അവരോട് നിർദ്ദേശിച്ചിട്ട് ഹരി സ്വധിഷ്ണ്യം സ്വന്തം സ്ഥാനത്തിൽ പ്രവേശിച്ചു. ഇതി തവാദിശ്യ ഹരി സ്വധിഷ്ണ്യം പ്രവിവേശ. ഇതാണ് അതിലത്തെ വ്യാഖ്യാനം. അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. 33 തൗ തു ഗീർവാണ ഋഷഭൗ ദുസ്തരാത് ഹരിലോകതഃ ഹതശ്രിയൗ ബ്രഹ്മചാപാദ് അഭൂതാം വിഗതസ്മയൗ. തൗ തു ഗീർവാണ ഋഷഭൗ ദുസ്തരാത് ഹരിലോകതഃ ഹതശ്രിയൗ ബ്രഹ്മശാപാത് അഭൂതാം വിഗതസ്മയൗ. ദേവവര്യന്മാരായിരിക്കുന്ന ഗീർവാണ ഋഷഭ, ദേവവര്യന്മാരായിരിക്കുന്ന തൗതു അവർ രണ്ടുപേരും, ജയനും വിജയനും, പ്രതിവിധിയില്ലാത്ത ബ്രാഹ്മണ ശാപത്താൽ വിഷ്ണുലോകത്തിൽ വെച്ച് തന്നെ ശ്രീ നശിച്ചവരും ഗർവം അകന്നവരുമായിട്ട് അസുരലോകത്തേക്ക് പതിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ദേവവര്യന്മാരായിരിക്കുന്ന ജയവിജയന്മാർ രണ്ടുപേരും ബ്രാഹ്മണ ശാപത്തിന് വേറെ പ്രതിവിധിയൊന്നുമില്ല, അനുഭവിച്ചേ തീരുള്ളൂ. അതുകൊണ്ട് അവർ വിഷ്ണുലോകത്ത് വെച്ച് തന്നെ ശ്രീത്വമൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഗർവമൊക്കെ അകന്നവരായിട്ട് ഭൂമിയിലേക്ക് പതിച്ചു. തൗ തു ഗീർവാണ ഋഷഭൗ, രണ്ട് ദുസ്തരാധരിലോകതഃ, പ്രതിവിധിയില്ലാത്ത സ്തരാധരിലോകതഃ, വിഷ്ണുലോകത്ത് വെച്ച് തന്നെ വിഷ്ണുലോകത്ത് വെച്ച് തന്നെ എന്ന്. ഹതശ്രീയൗ, ശ്രീയൊക്കെ നശിച്ച് ബ്രഹ്മശാപാദഭൂതാം, ബ്രഹ്മശാപം കൊണ്ട് വിഗതസ്മയൗ, ഗർവം അകന്നവരായിട്ട് അഭൂതാം ഭവിച്ചു. അതിലത്തെ പദങ്ങളെ ഗീർവാണ ഋഷഭൗ ദേവർഷിവര്യന്മാരായ തൗതു അവർ രണ്ടുപേരും, ദുസ്തര പ്രതിവിധിയില്ലാത്ത ബ്രഹ്മശാപാത് ബ്രാഹ്മണശാപത്താൽ ഹരിലോകതഃ വിഷ്ണുലോകത്തിൽ വെച്ച് തന്നെ ഹതശ്രിയൗ ശ്രീത്വം നശിച്ചവരും വിഗതസ്മയൗ ഗർവം അകന്നവരുമായി അഭൂതാം ഭവിച്ചു. കൂടി പറയാം. ഗീർവാണ ഋഷഭൗ ദേവവര്യന്മാരായിരിക്കുന്ന തൗതു അവർ രണ്ടുപേരും, ദുസ്തരാൽ പ്രതിവിധിയില്ലാത്ത ബ്രഹ്മശാപാത് ബ്രാഹ്മണ ശാപത്താൽ ഹരിലോകതഃ വിഷ്ണുലോകത്തിൽ വെച്ചു തന്നെ ഹതശ്രിയൗ ശ്രീത്വം നശിച്ചവരും വിഗതസ്മയൗ ഗർവം അകന്നവരുമായിട്ട് അഭൂതാം ഭവിച്ചു. പലത്തെ അന്വയം ഗീർവാണ ഋഷഭൗ തൗതു ദുസ്തരാൻ ബ്രഹ്മശാപാത് ഹരിലോകതഃ ഹതശ്രിയൗ വിഗതസ്മയൗ അഭൂതാം. എന്നുകൂടി പറയാം. ഗീർവാണ ഋഷഭൗ തൗതു ദുസ്തരാത് ബ്രഹ്മശാപാത് ഹരിലോകതഃ ഹതശ്രിയൗ വിഗതസ്മയൗ അഭൂതാം. ദേവവര്യന്മാരായിരിക്കുന്ന അവർ രണ്ടുപേരും പ്രതിവിധിയില്ലാത്ത ബ്രാഹ്മണ ശാപത്താൽ വിഷ്ണുലോകത്തിൽ വെച്ച് തന്നെ ശ്രീത്വം നശിച്ചവരും ഗർവം അകന്നവരുമായിട്ട് ഭവിച്ചു. ദേവവര്യന്മാരായിരിക്കുന്ന രണ്ട് ജയവിജയന്മാർ പ്രതിവിധിയില്ലാത്ത ബ്രാഹ്മണ ശാപത്താൽ വിഷ്ണുലോകത്തിൽ വെച്ച് തന്നെ ശ്രീത്വം നശിച്ചവരും ഗർവം അകന്നവരുമായിട്ട് ഭവിച്ചു. ദേവശ്രേഷ്ഠരായിരിക്കുന്ന ജയവിജയന്മാരാകട്ടെ അനതിക്രമണീയമായ ബ്രാഹ്മണ ശാപത്താൽ വൈകുണ്ഠത്തിൽ നിന്ന് പതിച്ച് ഐശ്വര്യഭ്രഷ്ടരും നിരഹങ്കാരന്മാരുമായി തീർന്നു. ദേവശ്രേഷ്ഠന്മാരായിട്ടുള്ള രണ്ടുപേര് ഭഗവാന്റെ ഭൃത്യന്മാർ അതിക്രമിപ്പാൻ കഴിയാത്തതായ ബ്രാഹ്മണ ശാപം നിമിത്തം വൈകുണ്ഠത്തിൽ നിന്നും പതിച്ചു. ഭഗവല്ലോകത്തിരുന്ന സമയത്തുണ്ടായിരുന്ന ഐശ്വര്യവും അഹങ്കാരവും എല്ലാം നശിച്ച് അധോലോകത്തേക്ക് വന്നു ചേർന്നു. അപ്പോൾ തതസ്തൗ ബ്രഹ്മശാപാത് ഹതശ്രിയൗ ബ്രാഹ്മണശാപത്താൽ
ശ്രീത്വം നശിച്ച് നഷ്ടഗർവവും ഗർവമെല്ലാം നശിച്ച് അവർ രണ്ടുപേരും ജയവിജയന്മാരെ ബഭൂവതു അവർ അധപ്പതിച്ചു. തതസ്തൗ ബ്രഹ്മശാപാത് ഹതശ്രിയൗ നഷ്ടഗർവൗ ച ബഭൂവതു. അടുത്ത ശ്ലോകം നോക്കാം. തദാ വികുണ്ഠധിഷണാത് നിപതമാനയോഃ ഹാഹാകാരോ മഹാനാസിദ് വിമാനാഗ്രേഷു പുത്രകാഃ. തദാ വികുണ്ഠധിഷണാത് നിപതമാനയോഃ ഹാഹാകാരോ മഹാനാസീത് വിമാനാഗ്രേഷു പുത്രകാഃ. അല്ലയോ പുത്രന്മാരെ, ആ വൈകുണ്ഠത്തിൽ നിന്നും അവർ പതിക്കവേ ആ വിമാനവിശേഷങ്ങളിൽ വലുതായിരിക്കുന്ന ഒരു ഹാഹാകാരം, നിലവിളി ഉണ്ടായി. തദാ വികുണ്ഠ ധിഷണാത്തയോർ നിപതമാനയോ. വൈകുണ്ഠത്തിൽ നിന്നും അങ്ങനെ താഴത്തേക്ക് പതിച്ചപ്പോൾ ആ വിമാനത്തിലാണ് അവർ, അതിൽ നിന്നും ഹാഹാകാരം മഹാനാസീത് വിമാനാഗ്രേഷു ആ പുത്രന്മാരുടെ നിലവിളി അതിൽ നിന്നും കേട്ടു എന്നർത്ഥം. അപ്പോൾ അടുത്ത പദങ്ങൾ ഹേ പുത്രകാഹ, അല്ലയോ പുത്രന്മാരെ, അപ്പോൾ വികുണ്ഠധിഷണാൽ വൈകുണ്ഠത്തിൽ നിന്നും തയോഹോ അവർ നിപതമാനയോഹോ പതിക്കവേ വിമാനാഗ്രേഷു വിമാന വിശേഷങ്ങളിൽ മഹാൻ വലുതായിരിക്കുന്ന ഹാഹാകാര നിലവിളി ആസീത് ഉണ്ടായി. ഹേ പുത്രകാഹ, അല്ലയോ പുത്രന്മാരെ, തദ അപ്പോൾ വികുണ്ഠധിഷണാത് വൈകുണ്ഠത്തിൽ നിന്ന് തയോഹോ അവർ നിപതമാനയോഹോ പതിക്കവേ വിമാനാഗ്രേഷു വിമാനവിശേഷങ്ങളിൽ മഹാൻ വലുതായിരിക്കുന്ന ഹാഹാകാര നിലവിളി ആസീത് ഉണ്ടായി. പതിത്തെ അന്വയം ഹേ പുത്രകാഹ തദാ വികുണ്ഠധിഷണാത് തയോഹോ നിപതമാനയോഹോ വിമാനാഗ്രേഷു മഹാൻ ഹാഹാകാരഃ ആസീത്. ഹേ പുത്രകാഹ തദാ വികുണ്ഠധിഷണാത് തയോഹോ നിപതമാനയോഹോ വിമാനാഗ്രേഷു മഹാൻ ഹാഹാകാരഃ ആസീത്. അല്ലയോ പുത്രന്മാരെ, അപ്പോൾ ആ വൈകുണ്ഠത്തിൽ നിന്നും അവർ പതിക്കവേ വിമാനവിശേഷങ്ങളിൽ വലുതായിരിക്കുന്ന നിലവിളി ഉണ്ടായി. അല്ലയോ പുത്രന്മാരെ, ആ വൈകുണ്ഠത്തിൽ നിന്നും അവർ പതിക്കവേ വിമാന വിശേഷങ്ങളിൽ വലുതായിരിക്കുന്ന ആ ഹാഹാകാരം നിലവിളി അവിടെ ഉണ്ടായി എന്നർത്ഥം. അപ്പോൾ ജയവിജയന്മാർക്ക് വരാൻ പോകുന്ന ജന്മങ്ങളിൽ ഭഗവാനോട് ശത്രുതാഭാവം ആണ് ഉണ്ടാവുക. ബ്രാഹ്മണരോട് ചെയ്ത അപരാധത്തിൻ്റെ പാപഫലം അനുഭവിച്ച് ആചിരേണ വൈകുണ്ഠപ്രാപ്തി ലഭ്യമാകും എന്ന് സമാശ്വസിപ്പിച്ചിട്ട് ഭഗവാൻ സ്വസ്ഥാനത്തേക്ക് പ്രാപിച്ചു. അപ്പോൾ ജയവിജയന്മാർ ഐശ്വര്യഭ്രഷ്ടരും അഹങ്കാരം ശമിച്ചവരുമായി ആ വൈകുണ്ഠത്തിൽ നിന്നും പതിതരായി. ഇവരുടെ ആ പതനം വീക്ഷിപ്പാൻ വിമാനങ്ങളിൽ വന്നുകൂടിയവരുടെ ഇടയിൽ വലിയ കോലാഹലം ഉണ്ടായി. പുത്രന്മാരെ, വൈകുണ്ഠത്തിൽ നിന്ന് അവർ പതിക്കാൻ തുടങ്ങിയപ്പോൾ ശ്രേഷ്ഠ വിമാനങ്ങളിൽ അവിടെ കൂടിയിരുന്നവരുടെ ഇടയിൽ വലിയ കോലാഹലം ഉണ്ടായി. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അല്ലയോ പുത്രന്മാരെ, വൈകുണ്ഠത്തിൽ നിന്നും കീഴ്പോട്ട് പതിക്കുന്ന അവരെ കണ്ടിട്ട് ശ്രേഷ്ഠ വിമാനവാസികളായിരിക്കുന്ന ദേവന്മാർ, മറ്റുള്ള ആ വിമാനങ്ങളിൽ അവിടെ വസിച്ചിരുന്ന ദേവന്മാർ സങ്കടം നിമിത്തം ഹാ കഷ്ടം എന്ന് ഉറക്കെ പറഞ്ഞ് നിലവിളി കൂട്ടി. അപ്പോൾ അധുനാ ഹേ ദേവാഹ അല്ല എന്താ തഥാ വൈകുണ്ഠാത് സദ്യ, ആ വൈകുണ്ഠത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ പദമാനിയോ അവർ പതിച്ചപ്പോൾ സതോർ വിമാനേഷു അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ള ആൾക്കാരെ, വിമാനങ്ങളിൽ ഉണ്ടായിരുന്ന മഹാൻ വലിയ മഹത്തുക്കളായിരിക്കുന്ന ആൾക്കാരെ അഹോകഷ്ടം എന്ന് പറഞ്ഞു. ഹാഹാകാരോ ബഭുവ അവർ വിളിച്ചു പറഞ്ഞു എന്നർത്ഥം. തഥാ വൈകുണ്ഠാത് സദ്യ പതമാനയോ സതോർ വിമാനേഷു മഹാൻ ഹാഹാകാരോ ബഭുവ. തഥാ വികുണ്ഠധിഷണാത് തയോർനിപതമാനയോ ഹാഹാകാരോ മഹാനാസിത് വിമാനാഗ്രേഷു പുത്രകാഹ. അപ്പം അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. താവേവ ഹ്യധുനാ പ്രാപ്തൗ പാർഷദപ്രവരൗ ഹരേഃ
ജഠരനിർവിഷ്ടം കാശ്യപം തേജോദ്ബണം താവേവ ഹ്യധുനാ പ്രാപ്തൗ പാർഷദപ്രവരൗ ഹരേഹേതി തേർജഠരനിർവിഷ്ടം കാശ്യപം തേജോദ്ബണം. അപ്പോൾ ആ ഹരിയുടെ ആ പാർഷദ മുഖ്യന്മാരായിരിക്കുന്ന അവർ രണ്ടുപേരും അത്യുഗ്രമായിരിക്കുന്ന ആ കശ്യപന്റെ വീര്യത്തെ പ്രാപിച്ചു. അങ്ങനെയാണ് അവർ ആ കശ്യപന്റെ വീര്യത്തിൽ എത്തിച്ചേർന്നത്. ദിതിയുടെ ആ ഗർഭത്തിലും എത്തി. അങ്ങനെ ഇപ്പോൾ ആ ശ്രീഹരിയുടെ ആ പാർഷദൻ മുഖ്യന്മാർ അവർ രണ്ടുപേരും ആ വിമാനത്തിൽ നിന്നും പതിച്ച ഉടനെ അത്യുഗ്രമായിരിക്കുന്ന ആ കാശ്യപന്റെ ആ തേജസ്സിലെ വീര്യത്തെ ആശ്രയിച്ച് ആ ദിതിയുടെ ഗർഭത്തിൽ എത്തി എന്നാണ് പറയുന്നത്. താവേവ ഹ്യധുനാ പ്രാപ്തൗ പാർഷദപ്രവരൗ ഹരേഹേ ദിതേർ ജഠര നിർവിഷ്ടം കാശ്യപം തേജ ഉദ്ബണം. അധുന ഇപ്പോൾ ഹരേഹേ ആ ശ്രീഹരിയുടെ പാർഷദപ്രവരൗ ആ പാർഷദ മുഖ്യന്മാരായിരിക്കുന്ന തൗ ഏവഹി അവരിരുവരും തന്നെ തൗ ഏവഹി അവരിരുവരും തന്നെ ഉദ്ബണം അത്യുഗ്രമായിരിക്കുന്ന കാശ്യപം ആ കശ്യപന്റെ തേജഹ ആ വീര്യത്തെ പ്രാപ്തൗ ആശ്രയിച്ചിട്ട് ദിതേഹെ ആ ദിതിയുടെ ആ ജഠര നിർവിഷ്ടം ഗർഭത്തിൽ എത്തിയിരിക്കുന്നു എന്നർത്ഥം. ഒന്നുകൂടി പറയാം. അധുന ഇപ്പോൾ ഹരേഹെ ആ ശ്രീഹരിയുടെ പാർഷദപ്രവരൗ പാർഷദ മുഖ്യന്മാരായിരിക്കുന്ന തൗ ഏവഹി അവർ ഇരുവരും തന്നെ ഉദ്ബണം അത്യുഗ്രമായിരിക്കുന്ന ആ കശ്യപന്റെ തേജഹ വീര്യത്തെ പ്രാപ്തൗ ആശ്രയിച്ചിട്ട് ദിതേഹെ ആ ദിതിയുടെ ജഠര നിർവിഷ്ടം ഗർഭത്തിൽ എത്തിയിരിക്കുന്നു. പദത്തന്വയം അധുന ഹരേഹെ പാർഷദപ്രവരൗ തൗ ഏവഹി ഉദ്ബണം കാശ്യപം തേജഃ പ്രാപ്തൗ ദിതേഹെ ജഠര നിർവിഷ്ടം. കൂടി പറയാം. അധുനാ ഹരേഹെ പാർഷദപ്രവരൗ തൗ ഏവഹി ഉദ്ബണം കാശ്യപം തേജഃ പ്രാപ്തൗ ദിതേഹെ ജഠര നിർവിഷ്ടം. ഇപ്പോൾ ആ ഹരിയുടെ ആ പാർഷദ മുഖ്യന്മാരായിരിക്കുന്ന അവരിരുവരും തന്നെ ആ അത്യുഗ്രമായിരിക്കുന്ന കശ്യപന്റെ ആ വീര്യത്തെ ആശ്രയിച്ച് ദിതിയുടെ ഗർഭത്തിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ആ ശ്രീഹരിയുടെ ആ പാർഷദ മുഖ്യരായിരിക്കുന്ന അവരിരുവരും തന്നെ അത്യുഗ്രമായിരിക്കുന്ന ആ കാശ്യപന്റെ വീര്യത്തെ ആശ്രയിച്ച് ആ ദിതിയുടെ ഗർഭത്തിൽ എത്തിയിരിക്കുന്നു. ആ ഭഗവാന്റെ ആ പാർഷദന്മാർ തന്നെയാണ് ഇപ്പോൾ ആ ദിതിയുടെ ജഠരത്തിൽ പ്രവേശിച്ച് ആ കാശ്യപന്റെ ഘോരമായ വീര്യത്തെ പ്രാപിച്ചിട്ടുള്ളത്. അല്ലയോ ശ്രീഹരിയുടെ ആ പാർഷദ മുഖ്യന്മാരായ രണ്ടു ദേവന്മാരാണ് ഇപ്പോൾ ഉത്കടമായിരിക്കുന്ന കശ്യപ വീര്യത്തെ ആശ്രയിച്ച ദിതിയുടെ ജഠരത്തിൽ നിന്നും ജനിച്ചിരിക്കുന്ന ഈ അസുരന്മാർ. ഹേ ദേവാഹ അധുന പെട്ടെന്ന് തന്നെ ഹേ ദേവാഹ ദിതേർ ജഠരേ പ്രാപ്തൗ അവര് ആ ദിതിയുടെ ജഠരത്തെ പ്രാപിച്ചു. അധുന ഹേ ദേവാഹ ഈ ദേവന്മാര് പെട്ടെന്ന് തന്നെ തൗ ദിതേർ ജഠരേ പ്രാപ്തൗ ആ ദിതിയുടെ ജഠരത്തെ പ്രാപിച്ചു. അപ്പോൾ അടുത്ത ശ്ലോകം. തയോർ അസുരയോരദ്യ തേജസ യമയോർഹി വഹ ആക്ഷിപ്തം തേജേതർഹി ഭഗവാൻ തദ്വിധിൽ സതി. തയോർ അസുരയോരദ്യ തേജസായമയോർഹി വഹ ആക്ഷിപ്തം തേജേതർഹി ഭഗവാൻ തദ്വിധിൽ സതി. അപ്പൊ ഇരട്ടയായി തീർന്ന അവരുടെ ആ തേജസ്സിനാലാകട്ടെ ആ നിങ്ങളുടെ തേജസ് ആക്രമിക്കപ്പെട്ടു. ഇപ്പോഴാകട്ടെ ആ ഭഗവാൻ അങ്ങനെയാണ് ഇച്ഛിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ആ ഇരട്ടയായി തീർന്ന തയോർ അസുരയോർ അദ്യ ആ രണ്ട് അസുരന്മാര് അവരുടെ തേജസ് കൊണ്ട് യമയോർ ഹിവഹ നിങ്ങളുടെ ആ തേജസ് ആക്രമിക്കപ്പെട്ടു. ഇരട്ടയായി തീർന്ന അവർ തേജഹ ഏതർഹി ആ തേജസ് കൊണ്ട് ഇപ്പോഴാകട്ടെ ഭഗവാൻ തദ്വിധിൽ സദാ ആ ഭഗവാൻ അതിനെ ആക്ഷിപ്ത നിങ്ങളുടെ തേജസ് എന്നുകൂടി പറയാം. യമയോഹോ ആ ഇരട്ടയായി തീർന്ന അവരുടെ ആ തേജസ്സിനാലാകട്ടെ നിങ്ങളുടെ തേജസ് അതായത് ദേവന്മാരുടെ തേജസ് ആക്രമിക്കപ്പെട്ടു.
ഇപ്പോൾ ആകട്ടെ ആ ഭഗവാൻ അതാണ് ഇച്ഛിക്കുന്നത്. തയോർ അസുരയോരദ്യ തേജസായമയോർഹി വഹ ആക്ഷിപ്തം തേജ ഏതർഹി ഭഗവാൻ തദ്വിധിൽസതി. പദങ്ങളെ യമയോഹോ ഇരട്ടയായി തീർന്ന, തയോഹോ അവരുടെ, തേജസാഹി തേജസ്സിനാലാകട്ടെ, വഹ തേജഹ നിങ്ങളുടെ തേജസ്, ദേവന്മാരുടെ തേജസ്, ആക്ഷിപ്തം ആക്രമിക്കപ്പെട്ടു, ഏതർഹി ഇപ്പോഴാകട്ടെ, ഭഗവാൻ മഹാവിഷ്ണു തത് അങ്ങനെ തന്നെ വിധിൽസതി ഇച്ഛിക്കുന്നു. എന്നുകൂടി പറയാം. യമയോഹോ ഇരട്ടയായി തീർന്ന, തയോഹോ അവരുടെ, തേജസാഹി തേജസ്സിനാലാകട്ടെ, വഹ തേജഹ നിങ്ങളുടെ തേജസ്, ആക്ഷിപ്തം ആക്രമിക്കപ്പെട്ടു, ഏതർഹി ഇപ്പോഴാകട്ടെ, ഭഗവാൻ തത് അങ്ങനെ വിധിൽസതി ഇച്ഛിക്കുന്നു. അപ്പൊ അന്വയം യമയോഹോ തയോഹോ തേജസാഹി വഹ തേജഃ ആക്ഷിപ്തം ഏതർഹി ഭഗവാൻ തൽ വിധിൽസതി. എന്നുകൂടി പറയാം. യമയോഹോ തയോഹോ തേജസാഹി വഹ തേജഃ ആക്ഷിപ്തം ഏതർഹി ഭഗവാൻ തൽ വിധിൽസതി. അതായത് ഇരട്ടയായി തീർന്ന അവരുടെ ആ തേജസ്സിനാലാകട്ടെ നിങ്ങളുടെ തേജസ് ആക്രമിക്കപ്പെട്ടു, ഇപ്പോഴാകട്ടെ ഭഗവാൻ അങ്ങനെ ഇച്ഛിക്കുന്നു. എന്നും കൂടി പറയാം. ഇരട്ടയായി തീർന്ന അവരുടെ തേജസ്സിനാലാകട്ടെ നിങ്ങളുടെ തേജസ് ആക്രമിക്കപ്പെട്ടു, ഇപ്പോഴാകട്ടെ ഭഗവാൻ അങ്ങനെ ഇച്ഛിക്കുന്നു. അപ്പോൾ വിഷ്ണുഭാഷതന്മാരായിട്ടുള്ള ദേവജിയന്മാരാണ് കശ്യപന്റെ വീര്യരൂപത്തിൽ ദിതിയുടെ ഗർഭസ്ഥരായിരിക്കുന്നത്. ഇരട്ടയായി ആ ദിതിയുടെ ഗർഭത്തിലിരിക്കുന്ന അവരുടെ തേജസ് കൊണ്ടാണ് ദേവന്മാരുടെ തേജസ് നഷ്ടപ്പെട്ടത്. ഇതെല്ലാം ഭഗവത് ഇച്ഛയാൽ ആകയാൽ ഇതിന് പ്രതിവിധി ചെയ്യുവാൻ സാധ്യമല്ല. ഒന്നിച്ച് ദിതിയുടെ ഗർഭം പ്രാപിച്ച ഈ അസുരന്മാരുടെ തേജസ് കൊണ്ടാണ് നിങ്ങളുടെ തേജസ് ഇപ്പോൾ തിരസ്കരിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് അപ്രകാരം അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ശ്രീഹരിയുടെ പാർഷദ മുഖ്യന്മാരായിരിക്കുന്ന ആ രണ്ട് ദേവന്മാരാണ് ഇപ്പോൾ കശ്യപവീര്യത്തെ ആശ്രയിച്ച് പറഞ്ഞു. അങ്ങനെ ഒരേ സമയത്തിൽ ജനിച്ച ആ രണ്ട് അസുരന്മാരുടെ തേജസ്സിനാൽ നിങ്ങളുടെ തേജസ്, ആ ദേവന്മാരുടെ തേജസ് ഇപ്പോൾ നിരാകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ ലോകോപദ്രവം ഭഗവതിച്ഛയെ അനുസരിച്ച് വന്നു ചേർന്നതാകിയാൽ ഇതിനിപ്പോൾ പ്രതിവിധി ചെയ്യുവാൻ സാധിക്കില്ല, ഭഗവാൻ ചെയ്തുകൊള്ളും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ തയോസ്തേജസാവസ്തേജ അവരുടെ ആ തേജസ് കൊണ്ടാണ് നിങ്ങളുടെ തേജസ് ആക്ഷിപ്തം ആക്രമിക്കപ്പെട്ടത്. അപ്പോൾ ഒന്നും കൂടി പറയാം അതിൻ്റെ വ്യാഖ്യാനം. തൗ ജഠരൗ പ്രാപ്തൗ തയോസ്തേജസാവസ്തേജഃ ആക്ഷിപ്തം. ഈ അടുത്ത അവസാനത്തെ ശ്ലോകം ഈ അധ്യായത്തിലെ വിശ്വസ്യ സ്ഥിതിലയോദ്ഭവഹേതുരാദ്യോ യോഗേശ്വരൈർ അപി ദുരത്യയോഗമായ ക്ഷേമം വിധാസ്യതി സനോ ഭഗവാൻസ്ത്രധീശസ്തത്രാസ്മദീയ വിമൃശേന കിയാനിഹാർത്ഥഃ. വിശ്വസ്യ സ്ഥിതിലയോദ്ഭവഹേതുരാദ്യോ യോഗേശ്വരൈരപി ദുരത്യയോഗമായ ക്ഷേമം വിധാസ്യതി സ നോ ഭഗവാൻസ്ത്രധീശസ്തത്രാസ്മദീയ വിമൃശേന കിയാനിഹാർത്ഥ. യോഗേശ്വരൈ അപി അയോഗേശ്വരന്മാർ പോലും ദുരത്യയോഗമായ പ്രാപിക്കാനാവാത്ത യോഗമായ ശക്തി, അവർക്ക് പോലും പ്രാപിക്കാനാവാത്ത യോഗമായ ശക്തിയുള്ളവനും വിശ്വത്തിൻ്റെ അവിശ്വസ്യ സ്ഥിതിലയോദ്ഭവഹേതുരാദ്യേ വിശ്വത്തിൻ്റെ അസ്ഥിതി സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് കാരണഭൂതനായിരിക്കുന്ന ക്ഷേമം വിധാസ്യതി സനോ ആ ത്രിഗുണാധിപനും ആയിരിക്കുന്ന ഭഗവാൻ ആരോ അവര് ക്ഷേമം വിധാസ്യതി നമുക്ക് ക്ഷേമം വരുത്തും. ഈ കാര്യത്തിൽ സത്രാസ്മദീയ വിമൃശേന കിയാനിഹാർത്ഥ ഇക്കാര്യത്തിൽ നമ്മുടെ ആ ചർച്ച കൊണ്ട് എന്തു കാര്യമാണ് ഉള്ളത്? അത്
ഭഗവാൻ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി ലയം എന്നിവ ചെയ്ത അവസ്ഥാത്രയത്തിന് കാരണഭൂതനും യോഗീശ്വരന്മാർക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാത്ത ആ യോഗമായാബലമുള്ളവനും ത്രിമൂർത്തികൾക്കും ഉപരിയായുള്ള ആ ഈശ്വരൻ നമുക്ക് മംഗളത്തെ ചെയ്യും. നാം ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് യാതൊരു പ്രയോജനം, വേറെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നർത്ഥം. ഇത്രയും ആ ദേവന്മാരോട് ആ ബ്രഹ്മാവ് അരുളി ചെയ്തിട്ടാണ് അവിടുന്ന് വിരമിക്കുന്നത്. വിശ്വസ്യ സ്ഥിതിലയോദ്ഭവഹേതുരാദ്യോ യോഗേശ്വരേ അപി ദുരത്യയ യോഗമായ ക്ഷേമം വിധാസ്യതി സനോ ഭഗവാൻ സ്ത്രധീശസ്ത്രസ്മദീയ വിമർശേന കിയാനിഹാർത്ഥ. വെറുതെയാണ് ഇനി എന്തെങ്കിലും ആരാണതൊക്കെ ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ സംശയിക്കുന്നത്. അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല. ആ മംഗളത്തെ മുഴുവൻ ആ ഭഗവാൻ തന്നെ ഉണ്ടാക്കി തീർക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇന്നത്തെ പദങ്ങൾ യോഗേശ്വരൈഹി അപി, യോഗേശ്വരന്മാരാൽ പോലും, ദുരത്യയ യോഗമായ പ്രാപിക്കാനാവാത്ത യോഗമായ ശക്തിയുള്ളവനും, വിശ്വസ്യ ആ വിശ്വത്തിൻ്റെ സ്ഥിതിലയോദ്ഭവ ഹേതു ആ രക്ഷാ സംഹാര ഉൽപ്പത്തികൾക്കും കാരണഭൂതനും, ആദ്യനും, ത്ര്യധീശ ത്രിഗുണാധിപനും, യഹ ആരോ, സ ഭഗവാൻ ആ ഭഗവാൻ, നഹ ക്ഷേമം നമുക്ക് ക്ഷേമം, വിധാസ്യതി വരുത്തും, അത്ര ഇഹ ഇക്കാര്യത്തിൽ, അസ്മദീയ വിമർശേന നമ്മുടെ ചർച്ച കൊണ്ട്, കിയാൻ എന്ത്, അർത്ഥ കാര്യമാണ്. ഒന്നും കൂടി പറയാം. യോഗേശ്വരൈഹി അപി ആ യോഗേശ്വരന്മാരാൽ പോലും, ദുരത്യയ യോഗമായ പ്രാപിക്കാനാവാത്ത യോഗമായ ശക്തിയുള്ളവനും, വിശ്വസ്യ വിശ്വത്തിൻ്റെ സ്ഥിതിലയോത്ഭവ ഹേതു ആ രക്ഷാസംഹാരോത്പത്തികൾക്ക് കാരണഭൂതനും, ആദ്യനും, ത്രധീശ ത്രിഗുണാധിപനും, യഹ ആരോ, സഹ ഭഗവാൻ ആ ഭഗവാൻ, നഹ ക്ഷേമം നമുക്ക് ക്ഷേമം, വിധാസ്യതി വരുത്തും, അത്ര ഇഹ ഇക്കാര്യത്തിൽ, അസ്മദീയ വിമർശേന നമ്മുടെ ചർച്ച കൊണ്ട്, കിയാൻ എന്തു, അർത്ഥ കാര്യമാണ് ഉള്ളത്. അതിലത്തെ അന്വയം യോഗേശ്വരൈഹി അപി ദുരത്യയ യോഗമായ വിശ്വസ്യ സ്ഥിതിലയോദ്ഭവഹേതു ആദ്യഃ ത്രധീശഃ യഃ സ ഭഗവാൻ നഃ ക്ഷേമം വിധാസ്യതി അത്ര ഇഹ അസ്മദീയ വിമർശേന കിയാൻ അർത്ഥഃ. എന്നുകൂടി പറയാം. യോഗേശ്വരൈഹി അപി ദുരത്യയ യോഗമായ വിശ്വസ്യ സ്ഥിതിലയോദ്ഭവഹേതു ആദ്യഃ ത്രധീശഃ യഃ സ ഭഗവാൻ നഃ ക്ഷേമം വിധാസ്യതി അത്ര ഇഹ അസ്മദീയ വിമർശേന കിയാൻ അർത്ഥഃ. യോഗേശ്വരന്മാരാൽ പോലും പ്രാപിക്കാനാവാത്ത യോഗമായ ശക്തിയുള്ളവനും, വിശ്വത്തിൻ്റെ സ്ഥിതി സംഹാര ഉൽപ്പത്തികൾക്ക് കാരണഭൂതനും, ആദ്യനും, ത്രിഗുണാധിപനും ആരോ ആ ഭഗവാൻ നമുക്ക് ക്ഷേമം വരുത്തും. ഈ കാര്യത്തിൽ നമ്മുടെ ചർച്ച കൊണ്ട് എന്ത് കാര്യമാണ് ഉള്ളത്? യോഗേശ്വരന്മാർ പോലും യോഗേശ്വരന്മാരാൽ പോലും പ്രാപിക്കാനാവാത്ത യോഗശക്തിയുള്ളവനും, വിശ്വത്തിൻ്റെ ആ രക്ഷാസംഹാരോത്പത്തികൾക്ക് കാരണഭൂതനും, ആദ്യനും, ത്രിഗുണാധിപനും ആരോ ആ ഭഗവാൻ നമുക്ക് ക്ഷേമം വരുത്തും. ഇക്കാര്യത്തിൽ നമ്മുടെ ചർച്ച കൊണ്ട് എന്ത് അർത്ഥമാണ് കാര്യമാണ് ഉള്ളത്? എങ്കിലും കാണുന്ന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതിലയ എന്നീ അവസ്ഥാത്രയത്തിന് കാരണഭൂതനും, യോഗീശ്വരന്മാർക്ക് പോലും സങ്കല്പിക്കാൻ കഴിയാത്ത യോഗബലമുള്ളവനും, ത്രിമൂർത്തികൾക്കും ഉപരിയായുള്ളവനുമായിരിക്കുന്ന ഈശ്വരൻ നമുക്ക് മംഗളത്തെ ചെയ്യും. നാം ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഇത്രയും ദേവന്മാരോട് അരുളി ചെയ്തിട്ട് ബ്രഹ്മാവ് വിരമിച്ചു. സർവത്തിനും ആദികാരണമായ യാതൊരു ഭഗവാൻ, പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് ഹേതുഭൂതനും, മഹായോഗീശ്വരന്മാർക്ക് പോലും അതിക്രമിക്കാൻ കഴിയാത്ത ആ യോഗമായയോടുകൂടിയവനും ആണോ? ആ ത്രിമൂർത്തികൾക്കും നിയന്താവായിരിക്കുന്ന ഭഗവാൻ സത്വത്തിൻ്റെ ഉത്കർഷകാലത്ത് നമുക്ക് മംഗളം ചെയ്യും. ആ കാര്യത്തിൽ ചിന്ത കൊണ്ടെന്ത് കാര്യം? യോഗീശ്വരന്മാരായ ഞങ്ങളാൽ കൂടെ അതിക്രമിക്കപ്പെടുവാൻ കഴിയാത്തതായ ആ യോഗമായയെ ആശ്രയിച്ചിട്ട് ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാര കാര്യങ്ങളെ നടത്തുന്ന ത്രിഗുണാധിപതിയായിരിക്കുന്ന ആ ഭഗവാൻ തന്നെ നമ്മൾക്ക് ക്ഷേമത്തെ നൽകും.
ഭഗവതിച്ഛാനുസരണമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിൻ്റെ പ്രതിവിധിക്കായിക്കൊണ്ടുള്ള നമ്മുടെ ആലോചന കൊണ്ട് എന്തൊരു പ്രയോജനമാണ് ഉള്ളത്? ഭഗവാനെ ആശ്രയിക്കലാണ് ഏറ്റവും ഉത്തമമായിരിക്കുന്ന കാര്യം. അപ്പം അതിൻ്റെ വ്യാഖ്യാനം തയോസ്തേജസാ വസ്തേജ ആക്ഷിപ്തം എന്ന് പറഞ്ഞു. ത്രധീശോ ആ ത്രിഗുണാധിപനും ഭഗവാൻ ശം വിധാസ്യതി ഭഗവാൻ മംഗളത്തെ എല്ലാവർക്കും പ്രദാനം ചെയ്യുന്നു. തത്രാസ്മദ് വിചാരേണ അങ്ങനെ വിചാരിച്ച് കിയാൻ അർത്ഥ നമ്മൾ എല്ലാം വിചാരിക്കണം. വിധാസ്യ അത്രേ പറയുള്ളൂ. ത്രധീശോ ഭഗവാൻ ശം വിധാസ്യതി അങ്ങനെയുള്ള ത്രിഗുണാധിപനായിരിക്കുന്ന ഭഗവാൻ എല്ലാവർക്കും മംഗളത്തെ തരുന്നു. തത്ര ആസ്മദ് വിചാരേണ അങ്ങനെ എല്ലാം നമ്മൾ വിചാരിച്ചിട്ട് കിയാൻ അർത്ഥ വിചാരിച്ചിരിക്കണം. ഇത് ശ്രീമദ് ഭാഗവതേ തൃതീയസ്കന്ധേ. ഇത്രയും പറഞ്ഞിട്ട് ഈ ഭാഗവതം തൃതീയസ്കന്ധേ ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ ഷോഡശോധ്യായ സമാപ്ത. 16-ാം അധ്യായം കഴിഞ്ഞു. ശ്ലോകസംഖ്യ 37. ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ സമർപ്പണം, പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ. അപ്പോൾ എല്ലാവരും വായിച്ച് മനസ്സിലാക്കുക, വായിക്കാൻ പഠിക്കുക, അർത്ഥം പഠിക്കുക. പിന്നെ സമർപ്പണം, സംഗ്രഹം ആദിയായവയ്ക്ക് എല്ലാവരും നല്ലപോലെ അധ്യായവുമായിട്ട് പരിചയപ്പെടുക. ഹരേ കൃഷ്ണ.